നമസ്കാരം. +2 കെമിസ്ട്രിയിലെ ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്ററായ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഡി ബ്ലോക്കിലെ 3D സീരീസ് ആരൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ ഈ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടികൾ നന്നായി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇതിൽ രണ്ട് കോമ്പൗണ്ട് ക്രോമിയത്തിന്റെയും മാംഗനീഷ്യത്തിന്റെയും മാംഗനീസിന്റെയും രണ്ട് കോമ്പൗണ്ട്സിന്റെ പ്രിപ്പറേഷൻ പഠിക്കാറുണ്ട്. ഓക്കെ, ഇത്രയാണ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ അങ്ങനെ നമുക്ക് വേഗം ചാപ്റ്ററിലേക്ക് കിടക്കാം. സോ ലെങ്ത്തുള്ള പാഠമായതുകൊണ്ട് തന്നെ രണ്ട് പാർട്ടായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പ്രോപ്പർട്ടീസ് എല്ലാം ഒരു വീഡിയോയിലും പ്രിപ്പറേഷൻ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ് നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പറയാനുള്ളത് 3D സീരീസിനെ പറ്റിയാണ്. 3D സീരീസ്. ഓക്കെ, അതായത് തേർഡ് ഷെല്ലിലെ ഡി ബ്ലോക്ക് എലമെന്റിന്റെ സീരീസ്. ഓക്കെ, സോ തിരുവനന്തപുരം നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഒപ്പം നടക്കുന്ന ബ്ലോക്കാണ് ഡി ബ്ലോക്ക്. സോ ഡി ബ്ലോക്കിൽ ഇവിടെ നമുക്ക് എസ് ബ്ലോക്ക് ഉണ്ട്, അറ്റത്ത് നമുക്ക് പി ബ്ലോക്ക് ഉണ്ട്, ഇതിനിടയിലുള്ള ബ്ലോക്ക് എസ് ബ്ലോക്ക്, അത് പി ബ്ലോക്ക്, ഇതിനിടയിലുള്ളതാണ് ഡി ബ്ലോക്ക്. സോ ഈ ഡി ബ്ലോക്കിലെ ഈ ഫസ്റ്റ് സീരീസ് സോ ഇവിടെ വരുന്ന എലമെന്റ്സ് ആരൊക്കെയാണെന്ന് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. എല്ലാ എലമെന്റിന്റെ പേര് അറിഞ്ഞിരിക്കണം, അതിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം അറിഞ്ഞിരിക്കണം. ഈ രണ്ട് കാര്യമാണ് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 3D സീരീസിലെ ആൾക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ 3D സീരീസിൽ വന്നിരിക്കുന്ന ആൾക്കാർ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. സോ ഡി ബ്ലോക്ക് എലമെന്റ് തന്നെ 10 എലമെന്റുകളാണ് ഉണ്ടാവുക. ഡി ബ്ലോക്ക് തന്നെ ഡി ഓർബിറ്റലിൽ 10 ഇലക്ട്രോൺസ് ആണ് കയറുക. അപ്പോൾ അതുകൊണ്ട് ഒരു സീരീസിൽ 10 എലമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ 10 എലമെന്റ്സിനാണ് കാണുന്നത്. 21 ഇലക്ട്രോൺ മുതലാണ് ഇവരുടെ ഇലക്ട്രോണിന്റെ എണ്ണം തുടങ്ങുന്നത്. 21 ഇലക്ട്രോൺ മുതൽ. അപ്പൊ 21, ഇത് 22, 23, 24, 25, 26, 27, 28, 29, 30. സോ 30 എലമെന്റ് വരെയാണ് നമുക്ക് ഇതിലുള്ളത്. അപ്പോൾ 21 മുതൽ 30 എലമെന്റ്സ് വരെയുള്ള ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാരാണ് സ്കാൻഡിയം ടു സിങ്ക്. ആൻഡ് ഇത് പഠിക്കാൻ നമുക്ക് സ്കൂളുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്, ST വിക്രമൻ ഫെക്കോനിക്കൂസൻ. അത് യൂസ് ചെയ്യുക. സോ അതിലേക്ക് നമുക്ക് ST വിക്രമൻ ഫെക്കോനിക്കൂസൻ. അപ്പൊ ഇത് ഓർത്തിരിക്കുക. 21 മുതൽ 30 വരെയുള്ള എലമെന്റ്സ് കിട്ടും. അപ്പൊ നിങ്ങളോട് പെട്ടെന്ന് പരിശീലിക്കുകയാണ് നിക്കലിന്റെ ഇലക്ട്രോൺ എത്രയാണ്. അപ്പൊ ST വിക്രമൻ ഫെക്കോനി കണ്ട 8ാമത്തെ. അപ്പൊ 28ാമത്തെ എലമെന്റ് ആണ് നിക്കൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് സീരീസ് പഠിച്ചെടുക്കാം. സോ ഈ സീരീസ് എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ജനറൽ ഇക്വേഷൻ ഉണ്ട്. സോ ആ ജനറൽ ഇക്വേഷൻ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇതാണ് ഇക്വേഷൻ n-1 d1 to 10 ns1 to 2. ഓക്കെ, സോ n-1 d ഓർബിറ്റിൽ 1 മുതൽ 10 ഇലക്ട്രോൺസ് വരെ കയറും. s ഓർബിറ്റിൽ 1 മുതൽ 2 ഇലക്ട്രോൺസ് വരെ കയറും. ഓക്കെ, അപ്പൊ ഈ ഒരു ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൂടി നിങ്ങൾ പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തത് ഇവരുടെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് എനിക്ക് വരുന്നത് പ്രോപ്പർട്ടീസ് ആണ്. സോ പ്രോപ്പർട്ടീസിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് പറ്റിയാണ്. ഓക്കെ, മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, പൊതുവെ ഡി ബ്ലോക്ക് എലമെന്റ്സിലെ എല്ലാവരും മെറ്റൽസ് ആണ്. എല്ലാ മെറ്റൽസിനും നല്ല ഹൈ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആണ്. ഓക്കെ, അപ്പൊ ഇത് പഠിക്കാൻ നിങ്ങൾ ഓർക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, എന്തുകൊണ്ടാണ് മെൽറ്റിംഗ് പോയിന്റ് കൂടുന്നത്? വെള്ളത്തിന് ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. വെള്ളത്തിന് ബോയിലിംഗ് പോയിന്റ് കൂടാനുള്ള കാരണം വെള്ളത്തിൽ ഒരു സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, അതാണ് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അതേപോലെ ഇവിടെ മെറ്റൽസിന് മെൽറ്റിംഗ് പോയിന്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതിലും ഒരു സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആൻഡ് ആ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ പേരാണ് മെറ്റാലിക് ബോണ്ടിങ്. ആ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ പേരാണ് മെറ്റാലിക് ബോണ്ടിങ്. ഓക്കെ, ഇനി എന്തുകൊണ്ട് മെറ്റാലിക് ബോണ്ടിങ് സംഭവിക്കുന്നു? മെറ്റാലിക് ബോണ്ടിങ് സംഭവിക്കണമെങ്കിൽ ഇപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, ടൈറ്റാനിയത്തിനാണോ ക്രോമിയത്തിനാണോ മെറ്റാലിക് ബോണ്ടിങ് കൂടുതൽ ഉണ്ടാവുക, അതോ അയണിനാണോ കൊബാൾട്ടിനാണോ മെറ്റാലിക് ബോണ്ടിങ് കൂടുതൽ ഉണ്ടാവുക, ആർക്കാണ് ബോയിലിംഗ് പോയിന്റ് മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഉത്തരം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ആർക്കാണോ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളത് നോക്കിയാൽ മതി. ഓക്കെ, സോ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാർക്ക് ബോയിലിംഗ് പോയിന്റ് കൂടുള്ളൂ. അൺപെയ്ഡ് ഇലക്ട്രോൺസ്. സോ മെറ്റാലിക് ബോണ്ടിങ് ഈസ് ഡയറക്ട്ലി പ്രൊപോർഷണൽ ടു അൺപെയ്ഡ് ഇലക്ട്രോൺ. അപ്പൊ ഈ ഒറ്റ പോയിന്റ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ, മെറ്റാലിക് ബോണ്ടിങ്ങും അൺപെയ്ഡ് ഇലക്ട്രോൺസും ഡയറക്ട്ലി പ്രൊപോർഷണൽ. ഓക്കെ, അപ്പൊ അത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാല് നിങ്ങൾ ജസ്റ്റ് അതിന്റെ കോൺഫിഗറേഷൻ ചെയ്ത് നോക്കുക. ആർക്കാണ് അൺപെയ്ഡ് ഇലക്ട്രോൺ കൂടുതൽ അയാൾക്ക് മെറ്റാലിക് ബോണ്ടിങ് കൂടുതലായിരിക്കും. അങ്ങനെ മെറ്റാലിക് ബോണ്ടിങ് കൂടി കഴിഞ്ഞാൽ അയാളുടെ മെൽറ്റിംഗ് പോയിന്റും കൂടും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിനെപ്പറ്റി പഠിക്കാനുള്ള ഒരേ ഒരു പോയിന്റ്. ഓക്കെ, സോ അപ്പൊ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ് ക്രോമിയത്തിനാണോ നിക്കലിനാണോ
ക്രോമിയത്തിനാണോ നിക്കലിനാണോ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടുതൽ ചോദിച്ചു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ക്രോമിയത്തിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആർഗൺ കോർ 18 4s1 3d5 ഇതാണ് ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നിക്കൽ STV ക്രാമൻ ഫേ കോനി 28 ഇലക്ട്രോൺ. സോ 28 ഇലക്ട്രോൺ വരുമ്പോഴത്തേക്കും ആർഗൺ കോർ 18 4s2 3d8 എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ഡിന്റെയും ഈ ഡിന്റെയും പടം വരച്ച് നോക്കുക. ഇതിൽ ഡി ഓർബിറ്റലിൽ കിടക്കുന്നത് 1 2 3 4 5 പെട്ടിയുള്ളത്, അതിൽ 5 ഇലക്ട്രോൺസ്. ഓക്കെ, ഡി ഓർബിറ്റിൽ തന്നെ 5 പെട്ടി ഉണ്ടാവുക, അതിൽ 5 ഇലക്ട്രോൺസ് കയറിയിട്ടുണ്ട്. ഇവിടെ ഡി ഓർബിറ്റിൽ എന്ന് പറയുമ്പോൾ 5 പെട്ടി, അതിൽ 8 ഇലക്ട്രോൺസ് കയറിയിട്ടുണ്ട്. 1 2 3 4 5 6 7 8 ഇലക്ട്രോൺസ് കയറിയിട്ടുണ്ട്. അപ്പോ ഇവിടെ 2 അൺപെയ്ഡ് ഇലക്ട്രോണേ ഉള്ളൂ, ഇവിടെ 5 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. സോ നമ്മൾ പറയുന്ന കാര്യം എവിടെയാണ് അൺപെയ്ഡ് ഇലക്ട്രോൺ കൂടുതൽ, അയാൾക്ക് മെറ്റാലിക് ബോണ്ടി കൂടുതലായിരിക്കും, അയാൾക്ക് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. വളരെ സിമ്പിൾ ആണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഓക്കെ, സോ ഡി ബ്ലോക്ക് എലമെന്റ്സ് കാണിക്കുന്ന രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടാവുന്ന വ്യത്യാസം. സോ എന്താണ് ഈ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? സാധാരണ ഓക്സിജനൊക്കെ എപ്പോഴും -2, ഹൈഡ്രജനൊക്കെ എപ്പോഴും +1, ലൈക്ക് എല്ലാ എലമെന്റിനും അവരുടേതായ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ചാർജ് ഉണ്ടാവും. ഈ ചാർജിനാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഡി ബ്ലോക്ക് എലമെന്റ്സുകളുടെ ചാർജ് മാറിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മാംഗനീസ് തന്നെ +3 ആണ്, മാംഗനീസിന് തന്നെ +5 ആയിട്ട് കാണാം. ലൈക്ക് ഒരേ ആളെ തന്നെ ഡിഫറെന്റ് ചാർജിൽ കാണാം. സോ ഇങ്ങനെ പല പല ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ വേരിയബിൾ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. സോ എന്തുകൊണ്ടാണ് വേരിയബിൾ ഓക്സിഡേഷൻ കാണിക്കുന്നതെന്നാണ് ചോദ്യം വരിക. അപ്പൊ അതിന്റെ റീസൺ എത്രയേ ഉള്ളൂ, നമ്മൾ കോൺഫിഗറേഷൻ ഏതാണെന്ന് 4sഉം 3Dക്കും ഓൾമോസ്റ്റ് സെയിം എനർജിയാണ്, കമ്പാരബിൾ എനർജിയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഒരു അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാന്നിരിക്കാം. ഓക്കെ, സോ ആർഗൺ കോർ 18 4s2 അയൺ എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? STV ക്രാമൻ ഫേ 26 ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പൊ 4s2 3d6 എഴുതി. ഓക്കെ, സോ ഇവിടെ ഒരു 2 ഇലക്ട്രോൺ കളയാൻ പറഞ്ഞാൽ നമ്മൾ എവിടുന്നാണ് ഇലക്ട്രോൺ കളയാം? 2 ഇലക്ട്രോൺ കളയാൻ നമ്മൾ ഈ 4s എന്നാണ് ഇലക്ട്രോൺ കളയാം, കാരണം 4th ഷെല്ലാണ് പുറത്തുള്ള ഷെല്ല്. അപ്പൊ അവിടെ ഇലക്ട്രോൺ പോകും. അപ്പൊ അയണിന്റെ 2 ഇലക്ട്രോൺ കളഞ്ഞാൽ +2 എന്ന് സ്റ്റേറ്റ് എടുക്കാൻ പറഞ്ഞാൽ ഈ 2 ഇലക്ട്രോൺ പോകും. അപ്പൊ ആ 2 ഇലക്ട്രോൺ പോയാൽ 4s 0 ആയി മാറും. 4s 2 ഇലക്ട്രോൺ പോയാൽ 4s 0 ആയി മാറും. പിന്നീട് 3d6 ഇങ്ങനെയായിരിക്കും കിട്ടുക. അപ്പോ ഇനി അയണിന് 3 ഇലക്ട്രോൺ കളയാൻ പറയുന്നെങ്കിലോ 3 ഇലക്ട്രോൺ കളയാൻ പറയുന്നെങ്കിൽ 2 ഇലക്ട്രോൺ നമ്മൾ 4s കളയും. അപ്പൊ 4s 0 ആയി മാറും. 1 ഇലക്ട്രോൺ 3d കളയും. സോ 3d5 ആയി മാറും. സോ പറഞ്ഞെന്താന്ന് വെച്ചാല് ഈ 4sനും 3dക്കും കമ്പാരബിൾ എനർജിയാണ്. 4sലെ ഇലക്ട്രോണും റിയാക്ഷനിൽ പങ്കെടുക്കാൻ പോകും, 3dയിലെ ഇലക്ട്രോണും റിയാക്ഷനിൽ പങ്കെടുക്കാൻ പോകും. അതുകൊണ്ടാണ് ഒരേ ആൾക്കാരെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കാൻ പറ്റുന്നത്, +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കാൻ പറ്റുന്നത്, പല പല ഓക്സിഡേറ്റ് കാണിക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് വേരിയബിൾ ഓക്സൈഡിലുള്ള കാരണം, കമ്പാരബിൾ എനർജി ബിറ്റ്വീൻ 4s ആൻഡ് 3d ഓർബിറ്റൽ. കമ്പാരബിൾ എനർജി ബിറ്റ്വീൻ 4s ആൻഡ് 3d ഓർബിറ്റൽ. ഓക്കെ, അടുത്ത മൂന്നാമത്തെ പ്രോപ്പർട്ടിയുടെ പേരാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. സോ DNF ബ്ലോക്ക് എലമെന്റിലെ ആൾക്കാർക്ക് ഒരു മാഗ്നറ്റിക് നേച്ചർ ഉണ്ട്. സോ മെറ്റലുകൾക്ക് എല്ലാവർക്കും ഉള്ള പോലത്തെ ഒരു മാഗ്നറ്റിക് നേച്ചർ. അതായത് ചിലപ്പോൾ ഒരു പാരാമാഗ്നറ്റിക് ആയി മാറും, ചിലപ്പോൾ ഒരു ഡയമാഗ്നറ്റിക് ആയി മാറും. ഓക്കെ, സോ എന്താണ് ഡയമാഗ്നറ്റിസം, എന്താണ് പാരാമാഗ്നറ്റിസം എന്ന് നിങ്ങൾ കേട്ടുകണം. മാഗ്നറ്റിക് ഫീൽഡിനെ റിപ്പൽ ചെയ്യുന്നതിന് നമ്മൾ ഡയമാഗ്നറ്റിസം എന്നും, മാഗ്നറ്റിക് ഫീൽഡിനെ അട്രാക്ട് ചെയ്യുന്ന നമ്മൾ പാരാമാഗ്നറ്റിസം എന്ന് വിളിക്കും. സോ എന്താണ് ഇത് ആവാനുള്ള ക്രൈറ്റീരിയ എന്നാണ് പറയാൻ പോകുന്നത്. അതായത് ഒരു എലമെന്റിലെ ഇലക്ട്രോൺസ് എല്ലാം കംപ്ലീറ്റ്ലി പെയർഡ് ആണെങ്കിൽ അവർ പാരാമാഗ്നറ്റിക് ഡയമാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇലക്ട്രോണിക് വരയ്ക്കാൻ നേരം എല്ലാ ഇലക്ട്രോണും പെയർ ആയി നിൽക്കുകയാണെങ്കിൽ അവർ ഡയമാഗ്നറ്റിക്. അല്ല ഏതെങ്കിലും ഒരു ഇലക്ട്രോണെങ്കിലും പെയർ അല്ലാതിരിക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 8 കേട്ടോ, ഇവിടെ രണ്ടുപേരും പെയർ അല്ലാതിരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരെങ്കിലും അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവർ പാരാമാഗ്നറ്റിക് ആയിരിക്കും. സോ വളരെ സിമ്പിൾ ആണ്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ പാരാമാഗ്നറ്റിക്, എല്ലാ ഇലക്ട്രോണും പെയർ ആണെങ്കിൽ അത് ഡയമാഗ്നറ്റിക്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. മാഗ്നറ്റിക് നേച്ചർ കാണിക്കുന്ന ആൾക്കാരുടെ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു പാരാമാഗ്നറ്റിക് ആണെങ്കിൽ അവർക്ക് അൺപെയർഡ് ഇലക്ട്രോൺ വേണമെന്ന് പറഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ കോപ്പറിന് എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്?
കോപ്പറിന് എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്? സോ ജസ്റ്റ് ഒന്ന് കോൺഫിഗറേഷൻ ചെയ്ത് നോക്കുക. കോപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും STV, ക്രാമൻ, ഫേക്കോ, നീക്കു. ഓക്കെ, കോപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും ആർഗൺ കോർ 18, ഫോറസ് 1, 3D10. സോ 3D10 എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടോ 1 2 3 4 5 6 7 8 9 10 കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ട് ഇതിന് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കുക അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവും. ഇത് ഡയമാഗ്നറ്റിക് സ്വഭാവമുള്ളതാണ്. സോ നമുക്ക് പാരാമാഗ്നറ്റിക് സ്വഭാവമുള്ള ഏതെങ്കിലും മൂലികൾ എടുത്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോ മാംഗനീസ് എന്ന് പറയുമ്പോഴത്തേക്കും ആർഗൺ കോർ 18, ഫോറസ് 2, 3D5. ഇതാണ് ഇതിന്റെ കോൺഫിഗറേഷൻ വരുന്നത്, ഫോറസ് 2, 3D5. സോ 3D5 എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് 5 പെട്ടിയിൽ എല്ലാത്തിലും ഓരോ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇരിക്കുന്നുണ്ട്. സോ ഇതിന്റെ അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം 5. ഓക്കെ, 5 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ് ഇതിലുള്ളത്. സോ മാഗ്നറ്റിക് മൊമെന്റ് അടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. സോ ഇക്വേഷൻ ആണ് mu is equal to root of n into n plus 2. ഓക്കെ, സോ ഇതാണ് മാഗ്നറ്റിക് മൊമെന്റ് അടിക്കാൻ ഇക്വേഷൻ. സോ ഇക്വേഷൻ നോട്ട് ചെയ്യാം, mu is equal to root of n into n plus 2. ഇത് നമ്മുടെ ഈ ഇക്വേഷനിൽ ആ n എന്ന് വെച്ചാൽ അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ എണ്ണമാണ്. അപ്പൊ നമ്മൾ ഇവിടെ 5 നമുക്ക് കിട്ടിയത് 5 ഇട്ടെടുത്താൽ മതി. അപ്പൊ mu is equal to root of 5 into 5 plus 2. ഓക്കെ, സോ 5 plus 2 എന്ന് പറഞ്ഞാൽ 5 plus 2 7 root 35 എന്ന് വരും. ഓക്കെ, സോ root 35 ആണ് ഇതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ. അതിന്റെ യൂണിറ്റ് എന്താ വരുന്നത്? മാഗ്നറ്റിക് മൊമെന്റ് യൂണിറ്റ് വരുന്നത് ബോർ മാഗ്നറ്റോൺ എന്നാണ്. BM ബോർ മാഗ്നറ്റോൺ എന്ന് വരുന്നത്. സോ ഇങ്ങനെ ഏത് എലമെന്റിന്റെ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചാലും ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഈ ടോപ്പിക്കിൽ അത്രേ പറയാനുള്ളൂ. മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ root of n into n plus 2. അതിൽ n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്. ഓക്കെ, സോ അടുത്ത നാലാമത്തെ പ്രോപ്പർട്ടിയെ പറ്റിയാണ് എനിക്ക് പറയാൻ പോകുന്നത്. സോ നാലാമത്തെ പ്രോപ്പർട്ടി ഉള്ളത് ability to form colored compounds. D and F block elementsലെ എല്ലാവർക്കും കളർഡ് കോമ്പൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്. സോ അവർക്ക് ഒരു കളർ ഉണ്ട്. സോ എങ്ങനെയാണ് ഈ കളർഡ് കോമ്പൗണ്ട് കിട്ടിയത്? സോ കളർഡ് കോമ്പൗണ്ട് റീസൺ ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അതിന്റെ പേരാണ് DD ട്രാൻസിഷൻ. ഓക്കെ, കളർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാനുള്ള കാരണം DD ട്രാൻസിഷൻ. അപ്പൊ എന്തുകൊണ്ട് കളർ കോമ്പൗണ്ട് ആയത്? DD ട്രാൻസിഷൻ. DD ട്രാൻസിഷൻ എന്താണ് എന്നുള്ളത് കോർഡിനേഷൻ കോമ്പൗണ്ടുള്ള ചാപ്റ്റർ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. സോ ആണ് നിങ്ങൾ പറയുന്നത് DD ട്രാൻസിഷൻ എന്താണുള്ളത്. അപ്പൊ അതവിടെ കാണാം. ഇനി ഈ കളർഡ് കോമ്പൗണ്ട് ഉണ്ടാവാനുള്ള കാരണം DD ട്രാൻസിഷൻ നടക്കാനുള്ള റീസൺ, ചില ആൾക്കാർക്ക് കളർ ഉണ്ടാവും, ചില ആൾക്കാർക്ക് കളർ ഇല്ല. സോ എന്തിന്റെ ബേസിലാണ് ആ ഒരു വ്യത്യാസം വരുന്നത്? DD ട്രാൻസിഷൻ നടക്കണമെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് വേണം. DD ട്രാൻസിഷൻ നടക്കണമെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് വേണം. അപ്പോ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് കളർഡ് കോമ്പൗണ്ട്സ് ആയിരിക്കും. ഓക്കെ, കളർഡ് കോമ്പൗണ്ട്സ് ആയിരിക്കും. അപ്പൊ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി ഒരു കോമ്പൗണ്ട് കളേർഡ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ചോദിക്കുകയാണ് Fe2+ ആണോ Cu2+ ആണോ? Fe2+ ആണോ Cu+? ആണോ? Cu2+ ആണ്. സോറി, Fe2+ ആണോ Cu+ ആണോ? ഇതിൽ ആർക്കാണ് കളർ ഉള്ളത്? ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നു. അപ്പൊ Fe2+ ആണോ കളർ ഉള്ളത്, അതോ Cu2+ ആണോ കളർ ഉള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ടിന്റെയും കോൺഫിഗറേഷൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. സോ ആദ്യം നമുക്ക് Fe എടുക്കാം. Fe എന്ന് പറയുന്നത് 26 ഇലക്ട്രോൺസ്, ആർഗൺ കോർ 18, ഫോറസ് 2, 3D6. സോ ഇതിൽ Fe2+ എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺ കളയുന്ന അർത്ഥം? Fe2+ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ കളയാം. അപ്പൊ ഈ 2 ഇലക്ട്രോൺ എവിടുന്ന് കളയും? 3D എന്ന് കളയാം, ഫോറസ് കളയും. നമ്മൾ ഫോർത്ത് ഷെല്ലിനാണ് ആദ്യം ഇലക്ട്രോൺ കളയാം, അതിന്റെ തേർഡ് ഷെല്ലിൽ കളയുള്ളൂ. അപ്പൊ ഫോറസിൽ 2 ഇലക്ട്രോൺ കളയാം. ഫോറസിൽ 2 ഇലക്ട്രോൺ കളയാൻ പിന്നെയുള്ളത് ആർഗൺ കോർ 18, 3D6. ഫോറസിൽ ആരുമില്ല, ഫോറസ് 0 ആയി മാറും. ഓക്കെ, അപ്പൊ ഇത് 3D6 എന്ന് പറഞ്ഞാൽ 3D ഓർബിറ്റൽ 1 2 3 4 5 വെട്ടി അതിൽ 6 ഇലക്ട്രോൺസ് ഇരിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത് നോക്കി 4 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇരിക്കുന്നുണ്ട്. അപ്പൊ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവർക്ക് കളർ ഫോം ചെയ്യാൻ കഴിയും, DD ട്രാൻസിഷൻ സംഭവിക്കും. ഓക്കെ, എന്നാൽ ഇപ്പോഴത്തെ കോപ്പറിന്റെ കേസ് നോക്കാം. കോപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും 29 അല്ലേ? എത്രയായിരുന്നു കോപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും? STV, ക്രാമൻ, ഫേക്കോ, നീക്കു 29. ഓക്കെ, സോ 29 ഇലക്ട്രോൺസ് ഉള്ളത്. 29 ഇലക്ട്രോൺ പറയുമ്പോൾ ആർഗൺ കോർ 18, ഫോറസ് 1, 3D10 എന്നാണ് കോൺഫിഗറേഷൻ വരിക. ഇനി കോപ്പർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ കോപ്പർ പ്ലസ് 1 എന്ന് കണ്ടാൽ 1 ഇലക്ട്രോൺ കളയാന്ന് അർത്ഥം. ആ 1 ഇലക്ട്രോൺ നമ്മൾ ഫോറസിൽ കളയും. ഫോറസിൽ കളയാൻ ബാക്കി വരുന്നത് ആർഗൺ കോർ 18, 3D10, ഫോറസ് 0. ഓക്കെ, സോ 3D10 എന്നാണ് കോൺഫിഗറേഷൻ. 3D10 എന്ന് പറയുമ്പോഴത്തേക്കും ഡി ഓർബിറ്റലിലെ 10 ഇലക്ട്രോൺസ് 1 2 3 4 5 6 7 8 9 10. സോ എല്ലാം ഫിൽഡാണ്. 10 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡാണ്. അപ്പോൾ 1 ഇലക്ട്രോൺ പോലും ഇല്ല, അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ല. സോ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ അതിൽ DD ട്രാൻസിഷൻ നടക്കുന്നില്ല, അതുകൊണ്ട് കളർ ഉണ്ടാവില്ല.
അതുകൊണ്ട് Fe2+ കളർ ഉണ്ടാവും, പക്ഷെ Cu+ന് കളർ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയാണ് ഒരു തരം കളർ ഉണ്ട്, മറ്റൊരു കളർ ഉണ്ടാവില്ല, കളർലെസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉത്തരം ഇടുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരാളുടെ കളർ പ്രോപ്പർട്ടിയെ പറ്റി നമ്മൾ പറയുന്നത്. സോ അഞ്ചാമത്തെ പ്രോപ്പർട്ടിയുടെ പേരാണ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി. ഡി ബ്ലോക്ക് എലമെന്റിലെ ആൾക്കാരെ മിക്കവരും നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും പാർട്ടി കേട്ടുള്ള എല്ലാ കാറ്റലിസ്റ്റുകളും, ഫോർ എക്സാമ്പിൾ വനേഡിയം പെൻഓക്സൈഡ് പ്ലസ് കേട്ട് കാണും, അല്ലെങ്കിൽ വനേഡിയം ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ക്രോമിയം ഓക്സൈഡ് കടലിൽ കേട്ട് കാണും, അതും ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. സ്പോഞ്ചി അയൺ അമോണിയം പ്രിപ്പറേഷനിൽ കേട്ട് കാണും, അതൊരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. സോ നമ്മൾ ഈ പഠിച്ച എല്ലാ കാറ്റലിസ്റ്റുകളും ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. സോ എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റിനെ തന്നെ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഡി ബ്ലോക്ക് എലമെന്റിൽ ധാരാളം വേക്കന്റ് സ്പേസ് ഉണ്ട്. സോ കൂടുതൽ ഇലക്ട്രോൺസ് വന്ന് റിയാക്ഷൻ നടത്താനുള്ള സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ട് റിയാക്ഷൻ നടക്കാനുള്ള ധാരാളം സ്പേസ് അവർക്കുണ്ട്. ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ, ഒരേ ആൾക്ക് തന്നെ പല പല ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പല കോമ്പൗണ്ടുകൾ വനേഡിയത്തിലാണെങ്കിൽ ഓക്സൈഡിനോട് ജോയിൻ ചെയ്യാം. സോ വേറെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വെച്ചിട്ട് വേറെ കോമ്പൗണ്ടിനോട് ജോയിൻ ചെയ്യാം. അങ്ങനെ പല പല കാറ്റലിസ്റ്റുകളായി മാറാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഡിഫറെന്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളതുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിന് ഈ പ്രോപ്പർട്ടി ലഭിക്കുന്നത്. എല്ലാ എലമെന്റ്സിനും ഇതുപോലെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ബാക്കി എല്ലാവർക്കും ഇതുപോലെ കാറ്റലിസ്റ്റ് ആയിട്ട് മാറാനുള്ള കഴിവില്ലാത്തത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ലാർജ് സർഫസ് ഏരിയ കൂടുതലാണ്. സോ റിയാക്ഷൻ നടത്താനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. അതുപോലെ പല പല ഓക്സിഡേഷൻ സ്റ്റേറ്റ് കേട്ടോ, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, സോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സോ ഈ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടാകാനുള്ള കാരണം നമ്മൾ കണ്ടായിരുന്നു, കമ്പാരബിൾ എനർജി ബിറ്റ്വീൻ 4s and 3d. അത് കാരണമാണ് വേരിയബിൾ ഓക്സിഡേഷൻ ഉണ്ടായെന്ന് പറഞ്ഞത്. അപ്പൊ ഈ രണ്ട് റീസൺ കാരണമാണ് ഇവർ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ലാസ്റ്റ് പ്രോപ്പർട്ടി, ആറാമത്തെ പ്രോപ്പർട്ടിയുടെ പേര് ഇതാണ്, ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് കോമ്പൗണ്ട്. പല പല കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ ഇടയിലുള്ളതും ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. അപ്പൊ നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട് ചാപ്റ്ററിൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റിലാണ് നമ്മൾ എലമെന്റ്സിനെ കാണിക്കുന്നത്. അങ്ങനെ അവിടെ സെന്റർമെന്റിലായി വന്നിരിക്കുന്ന എല്ലാവരും ഡി ബ്ലോക്ക് എലമെന്റ്സുകളാണ്. ഇപ്പൊ അയൺ വരാറുണ്ട്, കൊബാൾട്ട് വരാറുണ്ട്, സിങ്ക് വരാറുണ്ട്, എല്ലാം ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിനെ നമ്മൾ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന്, ചുറ്റുമുള്ള എലമെന്റ്സിനെക്കാളും ചെറിയ സൈസുകളാണ് ഡി ബ്ലോക്ക് എലമെന്റുകൾ. ഡി ബ്ലോക്ക് എലമെന്റിന്റെ സീരീസിൽ സ്റ്റാർട്ടിംഗ് വരുന്ന ആൾക്കാരായതുകൊണ്ട് കുഞ്ഞു മോളിക്യൂളാണ്. ആ കുഞ്ഞു മോളിക്യൂളായതുകൊണ്ട് തന്നെ അതിനെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു കൊബാൾട്ടിന് ചുറ്റും 6 NH3 വരാതിരിക്കും, കൊബാൾട്ടിന് ചുറ്റും NH3 6 വരാതിരിക്കും. ഓക്കെ, 6 NH3 ഇങ്ങനത്തെ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് ഇരിക്കുക. സോ ഒരാളുടെ ഇപ്പൊ 6 എന്ന് പറഞ്ഞാൽ അവര് ഒക്ടാഹെഡ്രൽ ഷേപ്പിലായി ഇരിക്കുന്നുണ്ടാവും. സോ ഒക്ടാഹെഡ്രൽ എന്ന് പറഞ്ഞാൽ 1 ഇവിടെ, 2 ഇവിടെ, 3 ഇവിടെ, 4 ഇവിടെ, 5 ഇവിടെ, 6 ഇവിടെ. ഓക്കെ, സോ ഇത്രയും NH3 ചുറ്റും നിൽക്കുമ്പോൾ, ഇത്രയും NH3 ചുറ്റും നിന്നിട്ട് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യലാണ് പരിപാടി. അപ്പൊ കൊബാൾട്ട് ഒരു ചെറിയ മെറ്റൽ ആയതുകൊണ്ട് അതിന്റെ ഉള്ളിൽ കറക്റ്റ് ആയിട്ട് ക്ലോസ് പാക്ക് ചെയ്ത് നിൽക്കാൻ പറ്റും. അതാണ് അതിന്റെ ഒന്നാമത്തെ കഴിവ്. രണ്ടാമത്തെ കഴിവ്, ഈ ചുറ്റുമുള്ള ലിഗാൻഡുകൾ, അതായത് NH3 എന്നുള്ള ആൾക്കാരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിത് കോർഡിനേഷൻ കോമ്പൗണ്ട് ചാപ്റ്ററിലെ പഠിക്കുള്ളൂ. അവർ ലോഡ് പെയർ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ മെറ്റലിലേക്ക്. അപ്പൊ ഈ നമ്മുടെ ഈ കൊബാൾട്ടിനെ പോലത്തെ ഡി ബ്ലോക്ക് എലമെന്റ്സുകൾക്ക് ധാരാളം വേക്കന്റ് ആയിട്ട് ഓർബിറ്റൽസ്, ഡി ഓർബിറ്റൽ സ്പേസ് ഉള്ളതുകൊണ്ട് അവർ കൊടുക്കുന്ന ഇലക്ട്രോണൊക്കെ വാങ്ങാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്തരം മെറ്റൽസിന് ഇലക്ട്രോൺ വാങ്ങാനുള്ള കഴിവുണ്ട്. ഇലക്ട്രോൺ വന്നാലും ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. സോ പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം സ്മോൾ സൈസ് ആയതുകൊണ്ട് അവർക്ക് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാരണം ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഉണ്ടാവും, വേക്കന്റ് ഓർബിറ്റൽസ് ഉണ്ടാവും. വേക്കന്റ് ഓർബിറ്റൽസ് ഉള്ളതുകൊണ്ട് ഇലക്ട്രോൺസ് എത്ര വന്നാലും വാങ്ങാൻ അവരെ കൊണ്ട് കഴിയും. വേക്കന്റ് ഓർബിറ്റൽസ് ഉള്ളത്, ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉള്ളതുകൊണ്ട് വാങ്ങാൻ കഴിയും. ഓക്കെ, പിന്നെ പല കോമ്പൗണ്ടുകളുടെ കൂടെ ചേരാൻ കഴിയും. കൊബാൾട്ടിന് ചില കേസിൽ നമ്മൾ കൊബാൾട്ട് +3 ആയിട്ട് കാണാം, ചില കോമ്പൗണ്ടിൽ കൊബാൾട്ടിന് +2 ആയിട്ട് കാണാം. സോ പല പല ഓക്സിഡേഷൻ കാണിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഇതിന് കോർഡിനേഷൻ കോമ്പൗണ്ട് പങ്കെടുക്കാൻ പറ്റുന്നത്. അപ്പൊ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ ഈ 3 റീസൺസ് ആണ് ഇവരൊക്കെ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. സോ ഇതോടുകൂടി നമ്മൾ ഇതിന്റെ കൺക്ലൂഷൻ പറയാണ്. സോ ഇതിൽ നമുക്ക് പ്രോപ്പർട്ടീസിൽ പഠിക്കാനുള്ള 6 കാര്യമാണ് കാണുന്നത്. ഹൈ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കാരണക്കാരനായത് അതിൽ കൂടുതൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. സോ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് കാരണം. ഓക്കെ, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കാരണം 4s-ഉം 3d തമ്മിൽ കമ്പാരബിൾ എനർജി, 4s-ഉം 3d തമ്മിലുള്ള എനർജി സെയിം ആയതുകൊണ്ടാണ് പല പല ചാർജ് കാണിക്കുന്നത്. കളർഡ് കോമ്പൗണ്ട്സിന്റെ കാരണം DD ട്രാൻസിഷന്റെ റീസണും അൺപെയ്ഡ് ഇലക്ട്രോൺസ് തന്നെയാണ് കേട്ടോ. സോ DD ട്രാൻസിഷൻ ഉണ്ടാകുന്നതും അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് തന്നെയാണ്.
കാറ്റലിസ്റ്റ് ആക്ട് ചെയ്യാനുള്ള കഴിയുന്നത് കാരണം വേരിയബിൾ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഉള്ളതുകൊണ്ട്, പല പല ഓക്സിഡൈസ് സ്റ്റേറ്റ് ഉള്ളതുകൊണ്ട്, പിന്നെ ലാർജ് സർഫസ് ഏരിയ ആയതുകൊണ്ട് ഇതൊക്കെയാണ് കാറ്റലിസ്റ്റ് ആക്ട് ചെയ്യാനുള്ള കാരണങ്ങൾ. ഓക്കെ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കാനുള്ള കാരണം അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ടാണ്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവർ പാരാമാഗ്നറ്റായും, അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ അവർ ഡയമാഗ്നറ്റായും മാറുകയും ചെയ്യും. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ പങ്കെടുക്കാനുള്ള കാരണം അവരുടെ സ്മോൾ സൈസ്, പിന്നെ പല പല ഓക്സിഡൈസ് ആയിട്ടുള്ള കഴിവ്, വേരിയബിൾ ഓക്സിഡൈസ് ആയിട്ടുള്ള കഴിവ്, ചെറിയ സൈസ്, പിന്നെ എത്ര ഇലക്ട്രോൺ വന്നാലും ഗെയിൻ ചെയ്യാനുള്ള ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഒക്കെ ഉണ്ടാവും. സോ ഇത്രയാണ് ഇതിന്റെ പകുതി, ഈ ചാപ്റ്ററിന്റെ പകുതി ടോപ്പിക്സും കഴിഞ്ഞു. ഇനി നമുക്ക് KMNO4ന്റെയും K2CR2 പ്രിപ്പറേഷൻ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക് തീരുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.